ബി ഹോളി ആസ് ഐ ആം. ജീവിത വിശുദ്ധി പ്രാപിക്കാൻ സഹോദരങ്ങളെ നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവവും മനുഷ്യനുമായ കർത്താവായ യേശു. യേശുവിനെ ധ്യാനിക്കുക, അനുകരിക്കുക, അനുഗമിക്കുക, കർത്തൃസാക്ഷികളായി ജീവിക്കുക. 1 പത്രോസ് 1:15 പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധിയുടെ മാനദണ്ഡം ദൈവം തന്നെയാണ്. യേശുവിൻ്റെ വിശുദ്ധിയിലേക്ക് നാം ഉയർന്നേ മതിയാവും. അതിനായി പരിശുദ്ധാത്മാവ് നമ്മെ തീർച്ചയായും സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തിരുന്ന യേശു, പിതാവ് പ്രവർത്തിച്ച് കാണുന്നതല്ലാതെ യാതൊന്നും പുത്രൻ ചെയ്യുന്നില്ല, ഞാനും പിതാവും ഒന്നാണ് എന്ന് യോഹന്നാൻ 10:30 പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്ന് മത്തായി 5:48 വീണ്ടും കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ദുഷ്ടനും ശിഷ്ടനും മഴ പെയ്യിച്ചു കൊടുക്കുകയും വെയിൽ തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആ നല്ല പിതാവായ ദൈവം നമ്മുടെ ജീവിത മാതൃകയാവണം. പിതാവിൻ്റെ അഭീഷ്ടമനുസരിച്ച് യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായി ഉറ്റ തോഴനായി മാറി. ഞാൻ നീതിമാന്മാരെ തേടിയല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുവാനാണ് വന്നിരിക്കുന്നത്, ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് മത്തായി 9:11-12 കർത്താവ് പറയുന്നു. മനസ്സ് അലിവുള്ളവനായ കർത്താവായ യേശു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു അവരോട് മനസ്സലിവ് തോന്നി ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കാൻ. വിളവധികം, വേലക്കാരോ ചുരുക്കം. ആകയാൽ തൻ്റെ വിളവിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവേൻ. ഓരോ കാലഘട്ടത്തിലും ജീവിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ദൈവശുശ്രൂഷ പരികർമ്മം ചെയ്യുവാൻ ദൈവാരൂപി നിറഞ്ഞ ശുശ്രൂഷകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകപ്രസിദ്ധയായ മദർ തെരേസ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടി സ്നേഹ ശുശ്രൂഷ പരികർമ്മം ചെയ്ത കൽക്കട്ടയിലെ മദർ തെരേസ ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന പദത്തിന് അലങ്കൃതയായി. ഈ ഭൂമിയിൽ വെച്ച് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിർവ്യാജവും നിഷ്കളങ്കവുമായ സ്നേഹത്താൽ പ്രേരിതമായി മദർ തെരേസയും അനുയായികളും പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ചതുപോലെ നമുക്കും കർത്തൃസാക്ഷികളായി സഹോദരങ്ങളെ നമ്മുടെ ദൈവത്തിനു വേണ്ടി നമുക്കവരെ ശുശ്രൂഷിക്കാം. നല്ല സമരക്കാരനെ പോലെ നമുക്ക് കർത്താവിൻ്റെ വക്താക്കളായിട്ട് മാറാം. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന യേശുവിൻ്റെ വചനം നമ്മിൽ പൂർത്തിയാവട്ടെ. കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ.